സ്ഥിതിക്ക് ഇനി താണ് കൊടുത്തേ പറ്റൂ. ശരിയാവില്ല സർ. അവളൊരു മാറാരോഗത്തിന്റെ പിടിയില്ല. ഈഗോ, ഞാനെന്ന ഭാവം, DGPയുടെ മകളാണെന്നുള്ള കോംപ്ലക്സ്, അത് ഓരോ നിമിഷവും അവളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരുതരം ഒഴിയാത്ത ധാർഷ്ട്യം പോലെ. അതിന് മരുന്നില്ല സർ. കഷണ്ടിക്ക് പോലും മരുന്നുണ്ട്, പിന്നെയല്ലേ ഈഗോ? അതിനും ട്രീറ്റ്മെന്റ് ഉണ്ടോ? അത് ഏത് വൈദ്യശാസ്ത്രത്തിൽ പെടും സർ? ഏത് ഡോക്ടറെ കാണേണ്ടത്? ഡോക്ടർ മറ്റാരുമല്ല, താൻ തന്നെയാ. എടോ, അവിവാഹിതനായ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ മനഃശാസ്ത്രമാണ്. പെണ്ണെത്ര തന്റെ ഇടവും അഹന്തയുള്ളവളാണെങ്കിലും ശരി, താലി കെട്ടി ആദ്യം തന്നെ സ്പർശിച്ച പുരുഷനെ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ താലി ഒരു അഡിക്ഷനാണോ? എടോ, സ്നേഹപൂർവ്വം, അതായത് സ്നേഹം അഭിനയിച്ച് വിളിച്ചോണ്ട് വന്ന് മധുരമായ ചില തിരിച്ചടികളെല്ലാം കൊടുത്ത് ജീവിതം പഠിപ്പിച്ച് അവളെ സ്വന്തമാക്കണോ. Yes, DG here. DGP-യാണ്. Sir. Yes, sir. DGP-യാ തന്നെ വേണമെന്ന്. ഹലോ, സഞ്ജീവനാണ് സർ. എന്താടോ സഞ്ജീവൻ, നമ്മൾ തമ്മിൽ പറഞ്ഞതൊക്കെ മറന്നുപോയോ താൻ? സാർ, ഗീതുവിന്റെ സ്വഭാവം എനിക്കറിയാം. പക്ഷെ എന്റെ മോള് വേദനിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലടോ. ഫോണിൽ കൂടെ സംസാരിച്ചാലൊന്നും ശരിയാവില്ല. താൻ ഇങ്ങോട്ടൊന്ന് വരണം, ഉടനെ വരണം. റിക്വസ്റ്റ് ആണ്. എന്താ, വരില്ലേ? വരാൻ സാർ, ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. പോകാവടോ, ഞാനും വരാം. താനൊരു നല്ല കലാകാരനല്ലേ, അഭിനയിക്കാൻ അറിയാലോ. സഹോദരിമാരെ വെറുക്കുന്ന, അച്ഛനെ വേണ്ടെന്ന് വെക്കുന്ന, ഭാര്യയെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവാകണോ. ദാമ്പത്യ ബന്ധമെന്നാൽ എന്താ? മഹാകവി കുട്ടമത്ത് പാടിയിട്ടുണ്ട്. ദാമ്പത്യ ബന്ധമാം പളങ്കുപാത്രം ശില്പി വീഴുന്ന അഗ്ര തൊളിപ്പിച്ചു വെച്ചതാം, തട്ടരുത്, താഴേക്ക് വീഴരുത്, തകരരുത്, ഒട്ടൊക്കെ ശ്രദ്ധിക്ക പുരുഷാനിവിധി. ദാമ്പത്യ ബന്ധമെന്നാൽ ഒരു പളങ്കുപാത്രമാണ്. താഴെ വീണ് തകരാതിരിക്കാൻ പുരുഷനാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? ഓ, ഇനി കുട്ടമത്തങ്ങനെ പാടിയിട്ടുണ്ടോ എന്നായിരിക്കും തന്റെ ഒരു മുടിഞ്ഞ സംശയം. പാടൂ. ഗീത മോള് വിളിച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞ എവിടെ? സത്യമായിട്ടും അയാൾ എന്നെ തല്ലിയ മോളെ? തല്ലി. തിരിച്ചവന്റെ മോന്തക്കെട്ട് പെടകൊടുക്കാമായിരുന്നില്ല നിനക്ക്? ഭാര്യമാരായ അങ്ങനെയാ വേണ്ടത്, ഇല്ലേ സൗദാമിനി? അനുഭവം ഗുരു. അളിയോ, എല്ലാ ഏർപ്പാടാക്കിയനെ വന്നിരിക്കുന്നത്. വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പൊ ഇങ്ങെത്തും. മറ്റൊന്ന്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടത് കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്. വലത് കൈക്ക് എന്ത് പറ്റിയെന്ന് അളിയൻ ചോദിച്ചില്ല. ഞാനത് തല്ലി ഓടിച്ചിരിക്കും. ഏതായാലും CM-നെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഞാൻ വിളിക്കും. വിളിക്കടോ, ഇവിടെ വിളിക്കടോ. വേണ്ട, അവിടെ ചിലപ്പോൾ ലൈൻ എൻഗേജഡ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത്. വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി CM-നെ അറിയിക്കാൻ പോന്നു. എടോ, CM-നെ താൻ കണ്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നല്ലേ? കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രസക്കേടുണ്ടായാൽ നമ്മൾ മുതിർന്നവർ വേണം ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ. എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ, തമ്മി പിരിക്കാനല്ല. ആ ബോധം തനിക്കും ഉണ്ടാവണം. അമ്മാവനാത്രേ. ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഞാൻ പോവില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടതാ. മോളെ, വെറുതെ വാശി പിടിക്കരുത്. ഇല്ല, മമ്മി ഡാഡിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇത്ര പവർ. അങ്കിൾ, തല്ലുകൊണ്ട് അതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല. വരുമ്പോ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം. ഏറ്റുമോളെ, നിന്റെ മുഖത്തടിച്ച കൈ നിന്റെ മുമ്പിലിട്ട് ഞാൻ തല്ലി പിടിച്ചേക്കാം, പോരെ? സഞ്ജീവനെത്തി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറുതെ IPS ആണ്, കമ്മീഷൻ ആണെന്നൊക്കെ പറഞ്ഞ കൊടുമുടി നിൽക്കാറ് താഴേക്കിറങ്ങണം, തറയാവണം. ഈ ഭർത്താവാകുന്നത് തന്നെ തറയാ, അതിനും തറയാവണം. നോക്ക്, അവളെയും കൊണ്ടേ ഇവിടുന്ന് ഇറങ്ങാവൂ. DGPയുടെ അളിയൻ, ആ പന്നി പെരിച്ചാൽ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവനുമുണ്ട്. കാറ് കിടക്കുന്നു. അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം. വെറും തറയാ. മനസ്സിലായോ? മനസ്സിലായി. ഇനി സാറ് നോക്കിക്കോ. ഇരിക്കടോ, എടുക്കളെ. സഞ്ജീവൻ ഇരിക്കെ. എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ?
ക്ഷമിക്കണം സാർ. ഞാൻ പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശതീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങയുടെ അനന്തരങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തു പോയി സാർ. എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? വിവാഹം എന്താവുമ്പോ ചില കശവിശകളൊക്കെ ഉണ്ടാവും. ഭാര്യക്കിട്ട് ഭർത്താവ് ഒന്ന് കൊടുത്തോന്ന് വരും. കൊടുക്കണമല്ലോ, അതിനാ കൈ തന്നിരിക്കുന്നത്. ഇല്ലല്ലയാ കേട്ടോ ഇടിക്കട്ടെ. ഞാൻ അളിയനോട് പറയുകയായിരുന്നു, ഗീതമോള് കാണിച്ച ഒട്ടും ശരിയായില്ലെന്ന്. ഇല്ലല്ലയാ താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ? 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞു തോന്നാ ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും, ഡൈവോഴ്സ്. അളിയൻ ഒരു മതി ചൊറിയുന്ന വർത്താനം പറയരുത്. കേട്ടോ ഇടിക്കട്ടെ. ഇടിക്കുള രണ്ടും ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ. ആ ഗീതുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സഞ്ജീവനെ എനിക്കറിയാം. ആ ഇരിക്കും മോനെ. വേണ്ട സാർ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു? മതി. ആ സഞ്ജീവനെ ഞാൻ വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട സാർ. സഞ്ജീവനെല്ലാം എന്നോട് പറഞ്ഞു. പുള്ളിക്ക് കുറ്റബോധമുണ്ട്. സാറിനെയും അങ്കിളിനെയും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി. അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്. ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു. തെറ്റായി പോയിന്നറിയാം. ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും പോട്ടെ, ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ. ഗീതുവിനെ എന്നോടൊപ്പം അയക്കണം. കുറച്ചൊക്കെ തെറ്റ് നിന്റെ ഭാഗത്തും ഉണ്ടാവുമല്ലോ. എന്നിട്ടും എല്ലാ തെറ്റും തന്റേതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്കുക. അതാ ആണുങ്ങളുടെ മനസ്സ്. മോള് അവന്റെ കൂടെ പോണം. ഇല്ല, ഞാൻ പറഞ്ഞതാ. അയാള് കുറച്ചു ദിവസം കേറി ഇറങ്ങട്ടെ. അങ്ങനെ കേറി ഇറങ്ങാൻ നിൽക്കില്ല മോളെ. ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ കേട്ട് ഞാൻ ഭയക്കില്ല. ഞാൻ DGP രാജശേഖരൻ നായരുടെ മോളാ. ആണല്ലോ. അപ്പൊ ഡാഡി പറയുന്നത് അനുസരിക്കണം. എന്റെ മോള് പോണം. ഇല്ല, ഡാഡിക്ക് ഞാനൊരു ബേർഡിനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയേക്കാം. വാ, ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഡാഡി ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. എന്റെ മോള് കാരണം ഡാഡിക്ക് അങ്ങനത്തെ അവസ്ഥ വരരുത്. ഡാഡിക്ക് നാണക്കേടുണ്ടാക്കരുത്. ഡാഡിക്ക് പ്രായം കൂടി വരികയാണ്. ഇനി മക്കളിൽ നിന്നുള്ള സ്നേഹവും സമാധാനവുമാണ് ഡാഡിക്ക് ആവശ്യം. ഡാഡി, ഞാൻ കാരണം എന്റെ ഡാഡി തോക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. ഡാഡിയാണ് എനിക്കെല്ലാം. ഡാഡിക്ക് വേണ്ടി ഞാൻ പോവാം ഇപ്പൊ തന്നെ. പക്ഷെ ഒരു കാര്യം, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ ഞാൻ ഡാഡി അറിയിക്കും. ഡാഡി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരണം. അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല. ഒന്നും ഉണ്ടാവില്ല മോളെ. വാ. വെറുതെ മോൻ വിഷമിക്കണ്ടാട്ടാ. ശരി അങ്കിൾ. ആ സഞ്ജീവൻ, എന്റെ മോള് പിണക്കമെല്ലാം മറന്ന് തന്റെ കൂടെ വരികയാണ്. ഇനി നുള്ളിന്നും പിച്ചിന്നൊക്കെ പറഞ്ഞ് വഴക്കില്ല. ഓക്കെ, ഓപ്പൺ എ ന്യൂ ഫയൽ. കമ്മീഷണറെ, പത്തിയും മടക്കി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി എന്നെ ഭരിക്കാന്ന് കരുതണ്ട. അതാ പെണ്ണിന്റെ മിടുക്ക്. എടി DGPയുടെ മോളെ, ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത്. എന്റെ കണ്ടകശിനി തീർന്നു. ഇനി നിന്റെ കണ്ടകശിനി ആടി. മോള് സമാധാനമായിട്ട് പൊയ്ക്കോ. അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. സഞ്ജീവിനെ വേദനിപ്പിക്കല്ലേ മോളെ. നിക്ക് മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പുതിയൊരു ജീവിതമാ. സ്നേഹത്തിന്റെ കാലഘട്ടം. നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നാട്ടുകാരറിയണ്ട. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ്. വലതുകാലം വെച്ച് കയറിക്കോ മോളെ.